ഹായ് ഫ്രണ്ട്സ്, റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടയും ബ്രെഡും ചേർത്തുള്ള ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇനി സ്കൂളിൽ ലഞ്ച് ബോക്സിൽ ലഞ്ചിന് പകരമായിട്ടും കൊടുത്തുവിടാൻ വളരെ നല്ലതാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് റോസ്റ്റാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 മുട്ട, ഒരു തക്കാളി, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള, 2 പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 5 ബ്രെഡിൻ്റെ പീസും കൂടി എടുത്തിട്ടുണ്ട്. 5 എണ്ണം മതിയാവും. ഇത്ര ഇതിന് ഒരാൾക്ക് കഴിക്കാനുള്ളതേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിവിടെ മുട്ട 2ഉം ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മുളക് പൊടിയൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല, കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി, മുട്ടയ്ക്കുള്ള ഉപ്പ് മാത്രം മതിയാവും. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ മുട്ടയുടെ ആ കുത്ത് ചുവയൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. മുട്ടയുടെ കുത്ത് ചുവ ഇഷ്ടമില്ലാത്തവർക്ക് കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ അത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇവിടെ നമ്മൾ ബ്രെഡൊക്കെ നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവാളയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയും നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ മുട്ടയിൽ നേരത്തെ ഉപ്പ് ചേർത്തേക്കുന്നതാണ്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് വാടണ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളി നല്ലോണം ഒന്ന് വാടണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വാടി കിട്ടിയാൽ മതിയാവും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. വേറെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല, ഗരം മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നല്ലോണം അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗരം മസാലപ്പൊടിയൊക്കെ നല്ലോണം ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയും തക്കാളിയും അതിൻ്റെ മസാലയൊക്കെ ബ്രെഡിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റോളം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം ഒന്ന് റെഡിയായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ലോണം തന്നെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രെഡും മുട്ടയും നല്ലോണം യോജിച്ചിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ കിട്ടിയാൽ മതിയാവും നമുക്ക്. ഇനി ഒരു മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇങ്ങനെ ഒന്ന് തുറന്ന് വെച്ചേക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ലോണം റെഡിയായി വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിൽ മതി നമുക്ക്. ഇപ്പോൾ ഈ ഒരു പാകമാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്, കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിലോട്ട് നമുക്കിത് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയതാണ്. പിന്നെ മുതിർന്നവർക്കും കഴിക്കാൻ നല്ലതാണ്. നമ്മൾ ഈ ഒരു പാകത്തിലാണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.